ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ പ്ലം കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 125 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ എടുക്കുക. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള 3 മുട്ട എടുക്കുക. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. എഗ്ഗ് കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസായിട്ടുള്ള നമുക്ക് മൈദയൊന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദപ്പൊടി എടുക്കാം. പിന്നെ 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടി എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മൈദയുടെ എല്ലാ വശത്തേക്കും നമ്മൾ ഈ ചേർത്ത പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, ബട്ടറിൻ്റെ ഒക്കെ, അതിലേക്ക് ചേർത്ത് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ജാതിക്ക, അത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ആ ഒരു പൗഡർ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹാൻഡ് മിക്സർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ മുന്നേ തന്നെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ മിക്സഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും. അപ്പോൾ അത് ദാ നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് നട്ട്സ് ചേർക്കുക. ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമൊക്കെ ചേർക്കാം. ഒരു 1/2 കപ്പ് നട്ട്സും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ബട്ടർ തൂക്കി വെച്ചിട്ടുള്ള, ഞാൻ അതിൻ്റെ അകത്ത് ബേക്കിംഗ് പേപ്പറും കൂടി ഇട്ടിട്ട് ഒന്ന് ബട്ടർ പരട്ടി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇതെല്ലാം ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ നട്ട്സും ചെറിയൊക്കെ വെച്ച് ഒന്ന് ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ്. അപ്പം 160 ഡിഗ്രിയിൽ 1 അവറാണ് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത്. അത്രയും വരില്ല, ഒരു 55 മിനിറ്റ്സ് ആകുമ്പോഴേക്കും തന്നെ അത് റെഡിയായി കിട്ടും. അപ്പോൾ എനിക്കിതൊരു 55 മിനിറ്റ്സ് ആയപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ മൈക്രോവേവിൽ നിന്ന് അതൊന്ന് മാറ്റി. ഇപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെയാണെങ്കിലും ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ശരിക്കും വ്യത്യാസം വരും കേട്ടോ, നല്ല ഡാർക്ക് കളറിലേക്ക് വരുവേ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. നല്ല പ്ലം കേക്കിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ സിസ്റ്റൊക്കെ ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ, ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് വാനില എസൻസ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക.